സുരേഷ്, കേരള കഫേയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സുരേഷിൻ്റെ പേര് തന്നെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ കേരളത്തിൽ ആരോട് ചോദിച്ചാലും വാവ സുരേഷ് ആരാണെന്നറിയാം. അപ്പോൾ ഈ വാവ സുരേഷ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കും വാവ, അങ്ങനെ വിളിക്കും. നമ്മളെ അവർ വിളിക്കും എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വാവ. ഇപ്പോൾ സുരേഷിനെ ആകുമ്പോൾ അങ്ങനെ ആർക്കും വിളിക്കണ്ട, ഓൾറെഡി പേരിൻ്റെ കൂടെ തന്നെ വാവ സുരേഷ് ഉണ്ട്. എന്താണ് അങ്ങനെ ഒരു പേര്? അത് യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വിളിക്കാനുള്ള പേരല്ല, ഞാൻ സംരക്ഷിക്കുന്ന നാഗങ്ങൾക്ക് വിളിക്കാനുള്ള പേരാണ് വാവ. അതെ, ജനങ്ങൾ അവരെ ഉപദ്രവിക്കുമ്പോൾ അവർ രക്ഷക്കായി വിളിക്കുന്നു വാ വാ സുരേഷ്, ഞങ്ങളെ പിടിച്ച് കാട്ടിക്കൊണ്ടാവും. അതായത് നാഗങ്ങൾ പറയുകയാണ്, അതെ, വാ വാ സുരേഷേ, ഇവരുടെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി കാട്ടിക്കൊണ്ടുവിടും. എത്ര വർഷമായി കാണും ഇപ്പോൾ? ഞാൻ 12 വയസ്സിൽ തുടങ്ങി, ഇപ്പോൾ 27 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 38,000 പാമ്പുകളെ എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടി വാങ്ങിക്കാൻ കഴിഞ്ഞു. 3000-ലേറെ കടികളുണ്ട് പാമ്പിൻ്റെ. അതെ, അതുപോലെ തന്നെ ലോകത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിങ് കോബ്രയെ പിടിക്കാൻ കഴിഞ്ഞു. 52 കിങ് കോബ്രയെ പിടിക്കാൻ കഴിഞ്ഞു. അതുപോലെ 293 പ്രാവശ്യം മൂർഖൻ്റെയും അണലിയുടെയും കടിയാണ്. ഇതിൽ 9 പ്രാവശ്യം ക്രിട്ടിക്കലായി, 2 പ്രാവശ്യം വെന്റിലേറ്ററിലും, 7 പ്രാവശ്യം ICUലുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഞാൻ എൻ്റെ വീട്ടിൽ 1000-ൽ കൂടുതൽ മൂർഖൻ പാമ്പിൻ്റെ മുട്ടകൾ വിരിയിക്കും. ആ കുഞ്ഞുങ്ങളെ കാട്ടിലേക്ക് വിടുന്നു. അതുപോലെ 550-ലേറെ അണലിയുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് കാട്ടിലേക്ക് വിടുന്നു. പിന്നെ 180ഓളം അപകടത്തിൽപ്പെട്ട പാമ്പുകളെ എൻ്റെ കൈകൊണ്ട് തന്നെ സർജറിയൊക്കെ ചെയ്ത് എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു. എന്താണ് ഇങ്ങനൊന്നും തിരിയാൻ കാരണം? ഒന്ന്, ആദ്യം ഒരു ക്രൈസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരെ പഠിക്കണമെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞൊരു പാഠം, ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നൊരു ജീവി പാമ്പുകൾ. ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ സാറിന് തന്നെ തോന്നും, സാർ ഇപ്പോൾ പറയുന്നത് മൂർഖൻ പാമ്പിന് വിഷം ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അണലിക്ക് വിഷം ഉണ്ടെന്ന് പറയും. പക്ഷേ ലോകത്ത് ഒരു പാമ്പിനും വിഷമില്ല. ഇല്ല. ഇപ്പോൾ 537 പ്രാവശ്യം എനിക്ക് ഇതുവരെയായി പാമ്പിൻ്റെ വെനം കഴിക്കാൻ കഴിഞ്ഞു. 2 പ്രാവശ്യം കിങ് കോബ്രയുടെ ഉൾപ്പെടെ അണലിയുടെ, ശംഖുവരേൻ്റെ, മൂർഖൻ്റെ ഉൾപ്പെടെ 537 പ്രാവശ്യം കഴിച്ചു. അപ്പോൾ ഇത് കൂടുതൽ ഞാനിപ്പോൾ 1500-ലേറെ സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലും അവയർനെസ് ക്യാമ്പുകൾ നടത്തി. അപ്പോൾ ഇവരുടെ മുന്നിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇപ്പോൾ ഈ പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധമാണ്, അത് കഴിക്കാം, അപകടം ഉണ്ടാകുന്നില്ല. ഇപ്പം നമുക്ക് വേറൊരു ചിന്താഗതി, നമ്മൾ കോഴിമുട്ട കഴിച്ചാൽ അപകടമില്ല. പക്ഷേ കോഴിമുട്ടയുടെ തൊലി പൊട്ടിച്ചാൽ കാണുന്ന വെള്ള എന്ന് പറയുന്ന പ്രോട്ടീൻ, എഗ് വൈറ്റ് പ്രോട്ടീനാണ്, പ്യുവർ പ്രോട്ടീനാണ്. ഇത് നമ്മൾ കഴിച്ചാൽ അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ അതിന് നമ്മൾ സിറിഞ്ചിലേക്ക് എടുത്തിട്ട് നീഡിൽ വഴി നമ്മുടെ വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ ആളിന് മരണം സംഭവിക്കും. അതുപോലെയാണ് പാമ്പിൻ്റെ വെനവും. ബ്ലഡിൽ വന്നാൽ മാത്രമേ അപകടമുള്ളൂ, കഴിച്ചാൽ അപകടമില്ല. ഇത് പ്യുവർ പ്രോട്ടീനാണ്, അതിൽ ഏറ്റവും നല്ല ഔഷധമാണ്, അമൃതാണിത്. കാരണം ഇന്ന് ക്യാൻസറിൻ്റെ വേദന സംഹാരി നമുക്ക് കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിൻ്റെ വെനത്തിൽ നിന്നാണ്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ടുപിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിൻ്റെ വെനത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ തലയ്ക്ക് നമ്മുടെ തലച്ചോറിനകത്ത് രക്തം കട്ടുപിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്ന് പാമ്പിൻ്റെ വെനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മറുമരുന്ന്, ആൻറ്റിവെനം അഥവാ പോളിവെനം എന്നറിയപ്പെടുന്ന, മിക്സഡ് ആൻറ്റിവെനം എന്നറിയപ്പെടുന്ന മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിൻ്റെ വെനത്തിൽ നിന്നാണ്. വേറെ ഒന്നിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറ അതെ മദ്യത്തിൽ നിന്നും മറ്റു മയക്കുമരുന്നൊക്കെ മാറി പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നൊരു സംഭവത്തിലേക്ക് വന്നു തുടങ്ങി. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം, നല്ലൊരു ചോദ്യം. കാരണം ഇത് ഒരു ആൾക്കാരും ചോദിക്കാത്ത, അല്ലെങ്കിൽ ഒരു മീഡിയയും ചോദിക്കാത്തൊരു ചോദ്യം, ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. പക്ഷേ അതൊരു തെറ്റായ ഒരു കഥയാണ്. കാരണം പാമ്പുകളുടെ വെനം ഒന്നിൽ കൂടുതൽ പ്രോട്ടീനാണ്, ഇത് വെനമാണ്, ഇത് കെമിക്കലാണ്. ഇതൊരിക്കലും നമ്മുടെ ശരീരത്തിലേക്ക് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാൽ അതൊരിക്കലും ലഹരിയാകാൻ പോകുന്നില്ല. പാമ്പിൻ്റെ വെനം ഒന്നിൽ കൂടുതൽ ഒരു പ്രോട്ടീനാണെങ്കിൽ ശരി, സമ്മതിക്കാം. ഒന്നിൽ കൂടുതൽ ഏകദേശം 95ഓളം പ്രോട്ടീനാണ് പാമ്പിൻ്റെ വെനം. ഇത് നമ്മുടെ ബ്ലഡിലേക്ക് പോയാൽ അത് അപകടമാണ്. ഇത് പല സ്ഥലങ്ങളിലും, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നത്, ഈ വെനം അളവിൽ കുറച്ച് വെനമുള്ള പാമ്പുകളെ ഒരു ഭരണിക്കകത്തിടും. ഈ പാമ്പിൻ്റെ ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നു. ഈ ഫാങ്സ്, പല്ല് മാത്രം അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഭരണിക്കകത്തിരിക്കുന്ന ലായനി എന്ന് പറയുന്നത് ലഹരി മരുന്നാണ്. അത് ഇവരുടെ വായിലേക്ക് അല്പം ചെല്ലും. ആ തല പിടിച്ച് വായി തുറന്ന് കടിപ്പിക്കുമ്പോൾ ഈ പല്ലിൽ കൂടി അകത്തേക്ക് പോകുന്നത് ഈ മയക്കുമരുന്നാണ്. അതൊരിക്കലും പാമ്പിൻ്റെ വെനമല്ല. ഇത് തെറ്റായ കഥകൾ ആൾക്കാർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ പരമമായ സത്യം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കബളിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞിട്ട് സംഭവം. ഒരുപാട് പേര് തട്ടിപ്പിരയായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വാസ്തവം ഇല്ലയെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ആൾക്കാർ നാഗമാണിക്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കോടികൾ മുടക്കാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ശരിക്കും ഉണ്ടോ? യഥാർത്ഥത്തിൽ എനിക്ക് ഒരു ഒത്തിരി ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട്.
പഴയ താളിയോല ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ഒത്തിരി ഗ്രന്ഥങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഇന്ന് ഭൂമിക്ക് മേളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും അമൂല്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവനാണ്. ഈ മനുഷ്യനുണ്ടാകുന്ന ഒട്ടനവധി മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധമാണ് പാമ്പിൻ്റെ വെനം, അതാണ് അമൃത്. അതിനെ ആണ് ഈ ഭൂമിക്ക് മേളിൽ വില മതിക്കാൻ കഴിയാത്തൊരു സാധനമാണ് പാമ്പിൻ്റെ വെനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നാഗമാണിക്യമെന്ന് വിളിക്കുന്നു എന്നാണ് താളിയോല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാഗമാണിക്യം എന്നൊരു സാധനമില്ല. ഭൂമിയിൽ ഒരിക്കലും ഒരു ജീവിക്കും ജുവൽസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കിന് നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ചോദിക്കും, ഒരു മിമിക്രി കാണിക്കുമെന്ന് പറയും. അപ്പോൾ നമ്മൾ വേറെ തയ്യാറെടുപ്പൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ശബ്ദം അനുകരിച്ച് കാണിക്കും. പാട്ടുകാർക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഡാൻസുകാരുടെ പെട്ടെന്ന് പറയല്ലോ ഡാൻസ് ചെയ്ത് കാണിക്കുക, കാര്യം അതിനൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ വേണം. മജീഷ്യന്മാരും എപ്പോഴും പെട്ടെന്ന് കാണിക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കോയിൻ എടുത്തിട്ട് അല്ലെങ്കിൽ ടോല എടുത്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ കാണിക്കും, പേപ്പർ കീറിയിട്ടൊക്കെ. അപ്പോൾ ബാബാ സുരേഷ് ഇപ്പോൾ എവിടെ പോയാലും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയ കഴിവ് കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാർ ചോദിക്കും, ഒരു പാമ്പിനൊന്ന് കാണിച്ചു തരുമോ, പെട്ടെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു പാമ്പിനൊന്ന് കാണിച്ചു തരുമോ. എന്നാൽ നമുക്ക് എന്നാലൊരു വനമില്ലാത്ത കണ്ടാലൊരു ഭീകരജീവി എന്ന് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന ഒരു സാധു പാമ്പിനെ നമുക്ക് എന്തായാലും ഈ പ്രേക്ഷകർക്ക് കൊണ്ട് കാണിക്കാം. ഇത്ര നീക്കി അങ്ങോട്ട് കാണിച്ചാൽ മതിയേ. വെറും ഒരു ചേരയാണ്, ചേരയുടെ ജനുസാണ്. ഇതിൻ്റെ മലയാളം പേര് കാട്ടുപാമ്പ് എന്നാണ്. ഇത് വെനമില്ല. ഇത് 80ഓളം പല്ലുകളുണ്ട് ഇദ്ദേഹത്തിന്. 80 പല്ലുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു വിനോദം, നമ്മുടെ വീട്ടിനകത്ത് കമിഴ്ത്തോട്ടിലൊക്കെ എലിയൊക്കെ കൂടി വയ്ക്കുമ്പോൾ അവിടെ കയറി എലിയെ പിടിക്കുന്ന ഒരു വിനോദമാണ്. അല്ല, സാധാരണഗതിയിൽ നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നൊരു കഥയുണ്ട്, പാമ്പിനെ തൊടുകയോ തലോടുകയോ ചെയ്താലൊക്കെ അലർജി ഉണ്ടാവുന്നത്. പക്ഷെ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. കാരണം പാമ്പിൻ്റെ സ്കിൻസ് അല്ലെങ്കിൽ തൊലി ഒരു പ്രോട്ടീനാണ്, കെരാറ്റിൻ എന്നാണ് ആ പ്രോട്ടീൻ. കെരാറ്റിൻ അതെ. അപ്പോൾ ഈ മറ്റ് പ്രോട്ടീൻസിനെ അപേക്ഷിച്ചിട്ട് കെരാറ്റിനൊരു പ്രത്യേകത, ബാക്ടീരിയകൾക്ക് അധികം നേരം ജീവിക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ അമ്മമാർ പറഞ്ഞ, മുത്തശ്ശിമാർ പറഞ്ഞ കഥകളാണ്. അത് നമ്മളിതിനെ ആർക്കാണെങ്കിലും വായിക്കാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സാധാരണ ഇന്നും സയൻറ്റിസ്റ്റുമാർക്ക് തെളിയിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. പാമ്പിൻ്റെ വനത്തിനേക്കാളും അപകടം പാമ്പിൻ്റെ മോഷനാണ്. മോഷൻ. കാരണം സ്ഥിരം പാമ്പുകളുടെ മോഷൻ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വൃത്തി സോപ്പ് വാഷ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം, അലർജി ഉണ്ടാവാം, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഈ നാക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ തറയിൽ ഇങ്ങനെ അഴിഞ്ഞു പോകുമ്പം അത് അങ്ങനെ അടിച്ചിട്ടാണോ ഇത്? അതെ, ഈ സ്ഥലം അല്ലേ? അതെ. നാക്ക് അതിന് വേറൊരു പ്രത്യേകതയുള്ളത്, പാമ്പുകൾക്ക് സാധാരണഗതിയിൽ കണ്ണുണ്ട്, കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ല. ഇതിപ്പോൾ സാധാരണ ചേരയാണ്. കാട്ടുപാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്നത്, ഇംഗ്ലീഷ് ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്നു. ചേര ലാഭം എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് ഇദ്ദേഹം. ഇപ്പോൾ നമ്മൾ ഈ വൈൽഡ് ആനിമൽസിനെ എല്ലാത്തിനെയും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും മോഷൻ പാസ് ചെയ്യും. അതാണ് ഇവിടെ മോഷൻ പാസ് ചെയ്താണ് ചെയ്തത്, പേടിച്ചിട്ടാണ്. അതുമാത്രമല്ല ഇതെല്ലാം ഫ്രഷ് പാമ്പുകളാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ 157 പാമ്പുകളെ കാട്ടിലേക്ക് വിട്ടതേ ഉള്ളൂ. പിടിക്കുന്ന എല്ലാ പാമ്പ് വർഗ്ഗങ്ങളെയും കാട്ടിലേക്ക് വിടും. പാമ്പിനുള്ളത് വെനമാണെന്ന്, പ്രോട്ടീൻ, അതായത് ഔഷധം, അമൃതാണ്. ഇത് നമ്മൾ കഴിച്ചാൽ അപകടമില്ല. അത് പറഞ്ഞു. പക്ഷേ ഇത് കൂടുതൽ ആൾക്കാർക്കും പാമ്പ് കടിയിട്ട് മരണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് ബാബാ സുരേഷ് പറയുന്നതല്ല, IMA പറയുന്നതാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നതാണ്. കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടിയിട്ട് മരണം സംഭവിച്ചിരിക്കുന്നത് പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധം കയറിയിട്ടല്ല, മറിച്ച് പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടെന്നാണ്. അത് പേടി. ഇപ്പോൾ പാമ്പ് കടിച്ച് ചേര കടിച്ചാലും പേടി കൂടും, കണ്ടു നിൽക്കുന്ന ആൾ പേടിപ്പിക്കും. ഇപ്പം പലരും പറയാറില്ല, ഇപ്പം നമുക്ക് കയ്യിലെ കടിച്ചാൽ അല്ലെ കാലെ കടിച്ചാൽ അതിന് മേലിലൊരു കെട്ട് വരിഞ്ഞു മുറുക്കണമെന്ന് പറയും. അത് എനിക്ക് ശരിയാണ് പറയുന്നത്. കാരണം ഞാനൊരു 19 മാസങ്ങൾക്ക് മുന്നേ എൻ്റെ നെറ്റിയിലൊരു മൂർഖൻ പാമ്പ് കടിച്ചു. അപ്പോൾ കെട്ടി വെക്കണം, മേളിൽ കെട്ടി വെക്കണം എന്ന് പറയും. ഞാൻ എവിടെയാണ് കെട്ടി വെക്കുക? ഇത് ഞങ്ങൾ മിമിക്രി പറഞ്ഞ തമാശയാണ്. ഈ കാലെ കടിച്ചാൽ നമുക്ക് ഇവിടെ കെട്ടാം, തലേ കയറിയിരിക്കാൻ വേണ്ടി. തലേ കടിച്ചാൽ എവിടെ കിട്ടും? ഇതെൻ്റെ നെറ്റി കടിച്ചു. ഒരു 1000-ലേറെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പൗടിക്കോണത്തിനടുത്ത് ഞാണ്ടൂർക്കോണത്തിനടുത്ത് ആളിയിൽ തറട്ട എന്ന് പറയുന്നത് ശ്രീമാൻ സോമശേരൻ നായുടെ വീട്ടിൽ കോഴിക്കൂട്ടിൽ നിന്ന് പാമ്പിനെ പിടിക്കുമ്പോഴാണ് കടിയേറ്റത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകും. ഞാൻ പറഞ്ഞു പോവില്ല, പറഞ്ഞു ഒന്ന് പരീക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പരീക്ഷിച്ചു, ഒന്നും ചെയ്തില്ല. അന്ന് വെളുക്കുന്നതിന് മുന്നേ സന്ധ്യയ്ക്ക് 7:30 കടിക്കുന്നു. പിറ്റേന്ന് വെളുക്കുന്നതിന് മുന്നേ ഞാൻ 9 മൂർഖൻ പാമ്പുകൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പിടികൂടി. പിറ്റേന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തു, ബാബാ സുരേഷ് നെറ്റിയിൽ പാമ്പ് കടിയിട്ട് 9 പാമ്പുകളെ പാമ്പ് വേട്ട നടത്തിയെന്ന്. 48 മണിക്കൂറിന് കണ്ണൊക്കെ നല്ല നീരായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സാധാരണ പറ്റി. പക്ഷേ ഇതിൽ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പ്രത്യേകം പറയണം. എനിക്ക് കടിയേറ്റാൽ എനിക്ക് ഇപ്പോൾ ഇമ്മ്യൂണിറ്റിയായി എൻ്റെ ശരീരത്തിൽ. ഇപ്പോൾ ഇത്രയും കടികൾ 293 പ്രാവശ്യം കടിയേറ്റപ്പോൾ ശരീരത്തിൽ തന്നെ ആൻറ്റിബോഡി
ഫോം ചെയ്തു. ഇപ്പോൾ ഒരു പേപ്പട്ടി വന്ന് കഴിച്ചാൽ എനിക്ക് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. പേപ്പട്ടി നാണിച്ച് ഓടി തിരിച്ചു പോകുന്നു. ആ അവസ്ഥയിലേക്ക് ശരീരം മാറിയില്ല. അതുപോലെ ഇപ്പോൾ സാർ ചോദിച്ചിട്ട് ഇതിന് നാവ് കൊണ്ടാണോ തിരിച്ചറിയുന്നത്? പാമ്പിൻ്റെ സ്കാനർ എന്നാൽ നാവാണ്. മറ്റ് ആനിമൽസിനെ പോലെ സെൻസിങ് ഓർഗൻ ഇവയ്ക്കുണ്ട്. ഈ ഓർഗനിലേക്ക് സിഗ്നൽ കടത്തി വിടുന്നത് നാക്കാണ്. കണ്ണുണ്ട്, കാണാൻ കഴിയില്ല. പാമ്പുകൾ, ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ ഇവയെ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കുകൊണ്ട് മണമെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരാണ് ഭൂമിയിൽ ഏറ്റവും സാധുക്കൾ. പിന്നെ കഴുത്തില്ലാത്ത ജീവി, കഴുത്തില്ലാത്ത ജീവി, അത് നമുക്ക് PSC ഉണ്ടായിരുന്ന ചോദ്യമായിരുന്നു. സാർ അങ്ങനെ ഓർമ്മിച്ച് വെച്ചിരുന്നു അത്ര കൃത്യമാണ്. കഴുത്തില്ലാത്ത ജീവി പാമ്പാണ്. അതുപോലെ വേറെ ഉണ്ടായിരുന്നു, അടുത്ത് വേറെ ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ PSCയുടെ ചോദ്യം. ദേശീയ ഉരകം രാജവെമ്പാലയുടെ ഒരു മലയാളം പേരുണ്ട്. പൂർവികർ വിളിച്ചിരുന്ന മലയാളം പേര് താളിയോല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേര് കൃഷ്ണസർപ്പം എന്നാണ്. കൃഷ്ണസർപ്പം. അതുപോലെ ഒന്നും ആർക്കും അറിയില്ല എന്നുള്ള, മലയാളികൾക്ക് ആർക്കും അറിയില്ല എന്നുള്ള. ഇങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ വൈകുന്നേരം ഒരു 4-5 മണിക്ക് ശേഷം ഒരു മരിച്ചിനി കട്ടിൻ്റെ മണം അനുഭവപ്പെട്ടാൽ ഗ്രാമങ്ങളിൽ പറയുന്ന ഒരു കഥയുണ്ട്, പാമ്പ് വായി പിടിച്ചു. അപ്പം ഞാൻ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ നമ്മുടെ പാമ്പുകൾ വാച്ച് കെട്ടിയിട്ടുണ്ടോ 4 മണിക്ക് വായും തുറന്നിരിക്കുക? കാരണം അതൊരു പാമ്പിൻ്റെ വായിൽ നിന്ന് വരുന്നൊരു മണമല്ല. അത് ഈ പ്രോഗ്രാമിൽ കൂടി ഇത് നല്ലൊരു അവയർനെസ് ആയിരിക്കും ഈ പ്രോഗ്രാം കാണുന്നവർ. കാരണം അതൊരു ചെടിയുടെ പൂ വിരിയുന്ന ഗന്ധമാണ്. ആ ചെടിയുടെ പേര് തന്നെ പാടത്താളി എന്ന്. പാടത്താളി നിന്ന് കാണാനില്ല, ഇന്ന് കേൾക്കാൻ ഇന്ന് പാടങ്ങളില്ല. പാടവരമ്പുകളിൽ കണ്ടുവന്നിരുന്നൊരു ഔഷധ ചെടിയായിരുന്നത്. ഈ ഔഷധ ചെടിയെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ശരീരത്തിൽ മധുരത്തിൻ്റെ അളവ് കൂടുമ്പോൾ, മനുഷ്യ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ, മനുഷ്യ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായി കൊടുക്കുന്ന ഔഷധങ്ങളൊരു ഔഷധമാണിത് എന്ന് ഈ പാടത്താളി. ഈ ചെടിയുടെ പൂ വിരിയുന്നത് വൈകുന്നേരം കൃത്യം 4 മണി മുതലാണ്. കടുവിൻ്റെ അത്രയും ചെറിയ പൂ. ഈ പൂ പൊട്ടി തുടങ്ങുമ്പോൾ മണം പുറത്തേക്ക് 6 മണിയാകുമ്പോൾ പൂർണ്ണമായിട്ട് വിരിയും. അപ്പോഴേ ഈ സന്ധ്യസമയത്ത് നല്ല മണം ഉണ്ടാകുന്നത്. പണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ അന്നത്തെ മുത്തശ്ശിമാർ പെമ്മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, പെമ്മക്കൾ സന്ധ്യ കഴിഞ്ഞ് പിന്നാമ്പത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു സംവിധാനമായിരുന്നു ഈ സന്ധ്യയാകുമ്പോൾ വായും തുറന്നിരിക്കുന്നത് പാമ്പുകളാണ്. അത് തെറ്റായ ഒരു കഥയാണ്, അത് മാറണം. അതെ, ഇപ്പോൾ കേരളത്തിൽ എവിടെ പാമ്പിറങ്ങി അങ്ങനെ ഒരു ഇതായെന്ന് അറിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് കോൾ വരുന്നത് സുരേഷിനായിരിക്കും. ഇപ്പോൾ ഒരു കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഞാൻ എൻ്റെ 12 വയസ്സിൽ പാമ്പിനെ പിടിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാനൊരു 15 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു റിപ്പോർട്ട് ആദ്യമായിട്ട് പത്രത്തിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ ആയിരിക്കുമ്പോൾ ഇന്ന് ആരെങ്കിലും ഒരു പാമ്പിനെ എവിടെയെങ്കിലും പിടിച്ചാൽ പിറ്റേത്തെ പത്രിക വരികയാണ് ചെയ്യുന്നത്. ഞാനതിന് ഈ 15 വർഷങ്ങൾക്ക് ശേഷം ഈ പാമ്പിനെ പിടിച്ച് പത്രത്തിൽ വരുന്നതിന് മുന്നേ എനിക്ക് 100ലേറെ കടികൾ കിട്ടിയതിന് ശേഷമാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് വരുന്നത്. അതൊന്നും അപ്പോഴൊന്നും ആരും അറിഞ്ഞില്ലായിരുന്നു എന്നുള്ളത്. അതെല്ലാം അങ്ങനെ തന്നെ, എല്ലാ മേഖലയിലും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റ്, ഒരു ആക്ടർ ഒരു സിനിമയിൽ വന്ന് ശ്രദ്ധേയമായി, അപ്പോൾ തൊട്ട് ആൾക്കാർ അവരുടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ഇദ്ദേഹം ഇപ്പോഴാണ് ഫേമസ് ആയത്, ഇന്നലെ വന്നെന്ന് പറയും. ഇതിനു മുമ്പ് എത്രയോ വർഷമായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി ചാൻസ് ചോദിച്ചിട്ട് ഒരുപാട് അവഗണനയൊക്കെ സഹിച്ചിട്ടാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ഓർമ്മയൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ എല്ലാ കഷ്ടപ്പെടുന്ന പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. മേശരി പണി ഉൾപ്പെടെ എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട്. മരം മുറിപ്പ് ഉൾപ്പെടെ, കിണർ വെട്ട് ഉൾപ്പെടെ എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട്. ആ മേഖലയിൽ നിന്നപ്പോൾ എനിക്ക് അത് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഇതിലേക്ക് വന്നു. പിന്നെ ഇതിലേക്ക് തന്നെ എന്തോ എന്നെ ഇങ്ങോട്ട് അടുപ്പിക്കുകയായിരുന്നു. അതിപ്പോൾ എനിക്ക് ഞങ്ങൾ ഈ പാമ്പിനെ പിടിക്കാൻ ആദ്യം പോകുമ്പോൾ ചായക്കടയിൽ കട്ടൻ ചായ അടിക്കുന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ കൊതി തോന്നിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. തട്ടുദോശ ചുടുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പൈസയില്ല, ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എവിടെ പോയാലും ഭക്ഷണമുണ്ട്. എവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആദ്യം ചോദിക്കും ഭക്ഷണം കഴിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമ്മൾ എന്നെപ്പോലുള്ളതാണ്. കാരണം ഞാനൊക്കെ ഒരുപാട് ശരിക്കും നമ്മളൊക്കെ പേടിക്കുന്ന പാമ്പ് തന്ന സൗഭാഗ്യങ്ങളാണ്. സൗഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇന്നും ഞാൻ കഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ഞാൻ ഇന്നും ജനിച്ച വീട്ടിൽ തന്നെ ജീവിക്കുന്നു, കൊച്ചു വീട് തന്നെയാണ്. ഇതല്ലാണ്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലി? ഇല്ല, എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് 100 ചില്ലുവാനും കോളിൽ എൻ്റെ ഒരു നമ്പറിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം അവിടെ പാമ്പിനെ പിടിക്കാനായി വിളിക്കുന്നു, അല്ലെങ്കിൽ സംശയം ചോദിക്കാൻ വിളിക്കുന്നു. ഇപ്പോൾ കുറേ സംഭവങ്ങൾ, കുറേ വീട്ടിലൊക്കെ ചേരയോ അങ്ങനെ കണ്ട് അവർക്ക് ഭയം ഉണ്ടാകുന്നില്ല. അവരതിനെ ചോദിക്കും എന്ത് കളറാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ഇത് ഇന്നത്. അപ്പോൾ അവർ കുഴപ്പമില്ല, ചേരയല്ലേ പോട്ടെ എന്ന് പറയുന്നു. മൂർഖൻ തന്നെ എത്രയോ ആൾക്കാർ അതിനെ സേവ് ചെയ്ത് കൊച്ചു ബോട്ടിലാക്കി ആറ്റിലോ കൊണ്ടുവിടുന്നു. അപ്പോൾ ഇവർ കാട്ടിൽ ഒരു കാരണവശാലും ഇതൊന്നും കാട്ടിൽ ജീവിക്കത്തില്ല. ജനങ്ങളുടെ നമ്മുടെ പൂർവികർ പറഞ്ഞ് പേടിപ്പിച്ചു. നിസ്സാരമായൊരു ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ വായിക്കാറുണ്ട് ഇരുതല പാമ്പുകളെക്കുറിച്ച്. ഇന്ന് എല്ലാവരും അതിൻ്റെ പിറകെ കോടികൾ മൂല്യമുണ്ടെന്ന് പറഞ്ഞ് പോകുന്നു. ഞാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ 1 കോടി രൂപ കയ്യിൽ ബാങ്കിലുള്ള ഒരാൾ 50 ലക്ഷമോ 90 ലക്ഷമോ കൊടുത്ത് ഈ പാമ്പിനെ വാങ്ങിച്ച് ഐശ്വര്യത്തിന് വേണ്ടി വീട്ടിൽ കൊണ്ടുവയ്ക്കുമോ? ഒരിക്കലുമില്ല. ആ പൈസ ബാങ്കിലിട്ട് പലിശ വാങ്ങിച്ച് കഴിക്കാനേ ശ്രമിക്കും. ഇതെല്ലാം കഥ. പിന്നെ ഇതിൽ പറയുന്നൊരു കഥ, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഒരു കെട്ട് കഥ, ഈ പാമ്പിൻ്റെ ശരീരത്തിൽ ഇറിഡിയം ഫോം ചെയ്യുന്നു. ഇറിഡിയം എന്ന് പറഞ്ഞാൽ അത് ഐസോട്ടോപ്പാണ്, ന്യൂക്ലിയർ സിസ്റ്റത്തിൽ ചേരുന്ന സാധനമാണ്.
അതൊരിക്കലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയുടെയും ശരീരത്തിൽ ഫോം ചെയ്യാൻ പോകുന്നില്ല. ഇത് പൂർവികരാരോ പറഞ്ഞു പരത്തിയ കഥകളുടെ പുറകെ നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് പോവുകയാണ്. പോയതുകൊണ്ടൊരു കാര്യമുണ്ട്, ഫോറസ്റ്റിൻ്റെ കേസിൽ പ്രതിയാകാം, ജയിലിൽ പോകാം, അവരുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് വാങ്ങിക്കാം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റിൽ പാമ്പുകളെ 4 ഷെഡ്യൂളുകളെ പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തത് പെരുമ്പാമ്പ്, എൻഡേഞ്ചറസ് സ്പീഷീസാണ്. ഒരു പെരുമ്പാമ്പിനെ കൊല്ലുകയോ മാരകമായി മുറിവേൽപ്പിക്കുകയോ വേദിയിൽ ഡാൻസ് കളിക്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപ പിഴയും 7 വർഷം ജയിൽവാസമാണ്. പോലീസ് ആക്ട് പോലെയല്ല ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. പെട്ടുപോയാൽ ഇറങ്ങി വരാൻ കഴിയില്ല. അതുപോലെ എല്ലാം ഒരു നിസ്സാരമായി ഒരു ചേരയെ കൊന്നാൽ തന്നെ 10,000 രൂപയ്ക്ക് മുകളിൽ പിഴയുണ്ട്, 3 വർഷത്തിലേറെ ശിക്ഷയുണ്ട്. ഇപ്പം നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു, ഒരു വീട്ടിലൊരു പാമ്പിനെ വളർത്തി പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത്. അന്നിരുന്ന ആരോ അത് പിടിച്ചു. അദ്ദേഹത്തിനെ പാമ്പിനെ റിലീസ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ 2009 ഇപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷയുണ്ടായി. കഴിഞ്ഞ 2 ആഴ്ചയായി 10,000 രൂപ പിഴയും 3 വർഷം ജയിൽവാസമാണ്. ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ്. പാമ്പിനെ വളർത്തിയതിനാണ്, വീട്ടിൽ ശേഖരിച്ചതിനാണ്. ഇപ്പോൾ ഞാൻ ഈ പിടിക്കുന്ന പാമ്പുകളൊന്നും വീട്ടിൽ വയ്ക്കാറില്ല. 10-12 ദിവസത്തിനകത്ത് കാട്ടിലേക്ക് തുറന്നു. ഒരു ദിവസം ശരാശരി 20-30 കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏതാണ് നമ്മുടെ പുതിയ അതിഥി? ഇപ്പോൾ നമ്മുടെ പുതിയ അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മലയാളികളുടെ ആരാധനാമൂർത്തി എന്നല്ലെങ്കിൽ പറയുന്ന നാഗം എന്ന് പറയുന്ന സർപ്പം എന്നാൽ അത് സംസ്കൃതമാണ്. സർപ്പവും നാഗവും മൂർഖനും എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ ഒരു ചെറിയ സർപ്പം അല്ലെങ്കിൽ നാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂർഖൻ എന്ന് വിളിക്കാം അദ്ദേഹത്തെ. 2 വയസ്സ് അദ്ദേഹത്തിന് പ്രായം വരും. ഇന്നലെയോ മെനിങ്ങാന്നോ പിടികൂടി. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ റിലീസ് ചെയ്യുന്ന ശേഷം പിടിച്ചുള്ള ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായാലും പഠിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ എന്തൊക്കെയോ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ആ തലയുടെ ഭാഗത്ത് ഒന്ന് പിടിച്ചു, എൻ്റെ തല രക്ഷപ്പെടാൻ വേണ്ടി. ഇതിപ്പോൾ പാമ്പ്, നമ്മുടെ പാമ്പാട്ടികൾ പാമ്പിനെ കളിപ്പിക്കുന്നത് മകുടി ഊതിയിട്ടല്ല. മകുടി ഊതി അല്ല, മകുടി ചലിപ്പിക്കുന്നത് കൊണ്ടാണ്. അത് ശരി. അതെ, ഈ ശബ്ദം കേട്ടിട്ട് പാമ്പ് വെറുതെ പറ്റിക്കരുത്, ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ സംഭവം ഉണ്ടാകാൻ പോകുന്നത്. കാരണം അതൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞ കഥകളാണ്. പാമ്പുകൾക്ക് കാഴ്ചയില്ല. പാമ്പുകൾ ലോകം മൊത്തം നമ്മളെല്ലാവരെയും ഒരുപോലെ കാണും. ഞാനെന്നോ സാറെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഒരു നിഴലായി, എക്സ്ട്രാ നെഗറ്റീവായി മാത്രമേ ഇവ കാണുന്നുള്ളൂ. അതിൽ പാമ്പിൻ്റെ വെനം ഇരിക്കുന്നത്, നമ്മുടെ പൂർവികർ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് വെനം ഇരിക്കുന്നത് ഈ ശരീരത്തിലുള്ള കളറാണെന്ന്. ഒരിക്കലുള്ള കണ്ണിൻ്റെ പുറകിൽ ആ കവിളങ്ങനെ വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ഗ്ലാൻഡ്, വെനം. സാധാരണ ആൾക്കാർക്ക് അതറിയില്ല. സാധാരണ പാമ്പാട്ടികൾ കൊണ്ട് നടക്കുന്ന പാമ്പുകൾക്ക് അത് ഉണ്ടാകത്തില്ല. കാരണം അതിനെ റിമൂവ് ചെയ്തതിനു ശേഷം അവർ ഈ കമ്പി പഴുപ്പിച്ച് വെച്ച് ആ റൂട്ട് അങ്ങ് കരിക്കുന്നു, എന്നിട്ട് പല്ലെടുത്ത് കളയുന്നു. അപ്പോൾ ഇവ വായു തുറക്കത്തില്ല, കടിക്കത്തില്ല. അതുകൊണ്ട് അവർ ഈസിയായിട്ട് ജനങ്ങളെ പറ്റിക്കാനായി ഇങ്ങനെ കൊണ്ടുവച്ചിനെ കുളിച്ച് കളിപ്പിക്കുന്നത്. അതെ, അത് പേടിച്ചിട്ടാണ്. ശ്വാസം ബ്രീത്ത് വായിൽ കൂടി, അതെ വായിൽ കൂടി മാത്രമാണ്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ കളിക്കുമ്പോൾ ആ മകുടി ചലിപ്പിക്കുന്നത് കൊണ്ടാണ് അത് ആടുന്നത്, അല്ലാതെ മകുടിയുടെ നാദം കേട്ടിട്ടല്ല. ഇതിപ്പോൾ എന്നെ നോക്കുന്നു, പാമ്പുകൾ നമ്മളെല്ലാവരെയും ഒരുപോലെ. അതുമാത്രമല്ല, ഒരു പരമമായ സത്യം, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു പാഠം, ഞാൻ ഏത് രാജവെമ്പാലയെ പിടിച്ചാലും അദ്ദേഹത്തിൻ്റെ നാക്ക് എൻ്റെ നാക്കിലേക്ക് ടച്ച് ചെയ്യുന്നു. കാരണം ഞാൻ പറയുന്നത് പാമ്പുകളെ സ്കാൻ ചെയ്യുന്നത് അവരുടെ നാക്കുകൊണ്ടാണ്. അതെനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നേ ഒരു കിങ്കോബറെ അല്ലെങ്കിൽ കൃഷ്ണസർപ്പത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇത് പേടിച്ചിട്ട് ഭയം മാത്രം. അതുമാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവി, ഭൂമിക്ക് മേളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ജീവികൾ പാമ്പുകൾ മാത്രമാണ്. അതുപോലെ കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ഒരേ ഒരു ജീവിയെ ഭൂമിയിലുള്ളൂ, അത് പാമ്പുകൾ. ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ജീവി, അതെ, പടം പൊഴിക്കുന്നു. അത് മാത്രമല്ല, വേറെ ഒരു പ്രത്യേകതയുള്ളത്, ഒരു കുഞ്ഞു ഭൂമി, ഏത് ജീവിയുടെ കുഞ്ഞായിക്കോട്ടെ, ഭൂമിയിൽ ജനിച്ചാൽ ആ ജനിക്കുന്നത് പോലെ മരിക്കുന്നത് വരെ ആ കളർ, ആ സൗന്ദര്യം അങ്ങനെ നിലനിർത്താൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ. 2 ജീവികളാണെന്നാണ് പറയുന്നത്. ഒന്ന് നാഗങ്ങൾ, പാമ്പുകൾ. രണ്ടാമത് വാവാ സുരേഷാണ്. ഒരിക്കലും വെളുക്കാനും പോകുന്നില്ല, കറക്കാനും. അപ്പം അദ്ദേഹത്തെ നമുക്ക് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടിലേക്ക് തന്നെ വിടാം. ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത, ഇദ്ദേഹത്തിന് ഇപ്പോൾ 2 വയസ്സല്ല 3 വയസ്സ് പ്രായമുണ്ട്. അതിൽ പാമ്പുകളെ വയസ്സ് നിർണ്ണയിക്കുന്നത് ഇതിൻ്റെ സ്കെയിലൊക്കെ നോക്കിയിട്ടാണ്, സ്കെയിലേഷനൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ബോട്ടിൽ അടയ്ക്കാം.